ഹായ് കൂട്ടുകാരെ. അപ്പോൾ ഇന്ന് നമുക്ക് നല്ല സോയാ ചങ്ക്സ് ഒന്ന് ഉലർത്തി ചപ്പാത്തിക്കും അപ്പത്തിനും എല്ലാം നല്ല ബീഫ് വരട്ടിയ ടേസ്റ്റോട് കൂടി നമുക്കിതുണ്ടാക്കിയാലോ. അപ്പോൾ അതിനാവശ്യമായിട്ട് ഒരു പാത്രത്തിൽ കുറച്ച് വെള്ളം. ഞാനിവിടെ തയ്യാറാക്കുന്നത് 50 ഗ്രാം സോയാ ചങ്ക്സ് ആണ്. ഇത് പല സൈസിൽ കിട്ടും. ഇതിൻ്റെ വലുപ്പത്തിൽ കിട്ടും. ഇത് വളരെ തീരെ ഒരു കടലയുടെ വലുപ്പമുള്ളതേ ഉള്ളൂ. അപ്പോൾ നമ്മൾ ആദ്യം ഒരു പാത്രത്തിൽ വെള്ളം ഒഴിച്ച് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് വെള്ളം നന്നായിട്ട് തിളപ്പിക്കുക. വെള്ളം നന്നായിട്ട് തിളച്ച് വരട്ടെ. ഇച്ചിരി ഉപ്പ് ഇങ്ങനെ ആഡ് ചെയ്യാം കേട്ടോ. വെള്ളം നന്നായിട്ട് തിളച്ച് വന്ന് കഴിഞ്ഞിട്ട് നമുക്ക് ഈ സോയാ ചങ്ക്സ് ആഡ് ചെയ്യാം. കുമ്പളകൾ വന്നു, സോയാ ചങ്ക്സ് ആഡ് ചെയ്തു. എന്നിട്ട് ഇങ്ങനെ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കണം. ഇളക്കി കൊടുത്തില്ലെങ്കിലും കുഴപ്പമില്ല, ജസ്റ്റ് ആ ഉപ്പെല്ലാം എല്ലായിടത്തും ഒന്നേ ഒരേപോലെ പിടിക്കാം. ജസ്റ്റ് ഒന്ന് തിളക്കട്ടെ. ഇങ്ങനെ തിളപ്പിച്ചില്ലെങ്കിൽ ഇത് നല്ല ഹാർഡായിട്ട് കിടക്കും. അതിന് വേണ്ടിയിട്ടാണ് ഇത് തിളപ്പിച്ചെടുക്കണേ. തിളപ്പിച്ചെടുക്കുമ്പം ഈ സോയ ചങ്ക്സ് നമുക്ക് കിട്ടുന്നതിൽ സോൾട്ടില്ല. അപ്പം ഉപ്പിട്ട് നിർബന്ധമായിട്ട് തിളക്കണം. ഉപ്പിടാൻ നമ്മൾ മറന്നു പോകല്. കുക്ക് ചെയ്യുന്ന സമയത്ത് ഉപ്പിടാൻ നിൽക്കല്. ഇത് വേവിക്കുന്ന ടൈമിൽ തന്നെ നമ്മൾ ഉപ്പ് ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്ത് ഇളക്കണം. ഒരു തിള വന്ന് കഴിയുമ്പം അല്ലെങ്കിൽ നമ്മൾ നന്നായിട്ട് തിളച്ചതിനകത്തോട്ട് സോയാ ചങ്ക്സ് ഇട്ട് വെച്ചാലും കുഴപ്പമില്ല. ഇട്ട് ഒരു പ്രാവശ്യം തിളപ്പിച്ചു വന്നോർത്തും കുഴപ്പമില്ല. കുക്കിംഗ് ഇച്ചിരിയും കൂടെ എളുപ്പമായി കിട്ടും. നമ്മൾ എന്തായാലും ഇതൊരു നന്നായിട്ട് ഫ്രൈ ചെയ്തെടുക്കുവാണ്. പിന്നെ ഈ ഒരു സ്റ്റേജിൽ തന്നെ ധാരാളം കേട്ടോ. എന്നിട്ട് നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. അതിന് ശേഷം നമ്മൾ ഈ തിളയൊക്കെ നിന്നതിന് ശേഷം ഒരു സ്ട്രെയിനറിലോട്ട് ഇത് ഊറ്റിയെടുക്കുക. ആ വെള്ളം നന്നായിട്ടൊന്ന് പോട്ടെ. സ്ട്രെയിനറിൽ വെച്ചു എന്നോർത്ത് നമ്മുടെ പരിപാടി ഇവിടെ കഴിഞ്ഞിട്ടില്ല. ഇങ്ങനെ വെച്ച് നമ്മൾ ഇതിൻ്റെ വെള്ളം ഊറ്റിയാൽ മാത്രം പോരാ. ഇതിൻ്റെ ചൂട് ആറിക്കഴിയുമ്പോൾ, ഇപ്പം നല്ല ചൂടാണേ, ഇത് നന്നായിട്ട് നമ്മൾ പിഴിഞ്ഞെടുക്കണം. ഇതിൽ ഈ വെള്ളം ഉണ്ടല്ലോ, ഇതിൽ ഈ വെള്ളം നന്നായിട്ട് പിഴിഞ്ഞ് കളയണം. അപ്പം മാത്രമാണ് ഇതിനൊരു കട്ട് പോലത്തെ ഒരു ചൊവ കാണും. കട്ടെന്ന് പറഞ്ഞാൽ ഒരു നമുക്ക് കഴിക്കാൻ പലർക്കും മടിയുള്ളതിൻ്റെ ഇതിൻ്റെ ഒരു ടേസ്റ്റ് ഡിഫറൻസാണ്. ഇതിൻ്റെ നന്നായിട്ട് ഇത് പിഴിഞ്ഞ് ഇങ്ങനെ കളയണം. നല്ല ചൂടാണേ, നന്നായിട്ട് ഇത് പിഴിഞ്ഞ് കളയണം. ഈ സോയാ ചങ്ക്സ് എടുത്തിട്ട് കയ്യിൽ വെച്ച് നന്നായിട്ട് പ്രസ് ചെയ്ത് ഇതിലെ വെള്ളം മാക്സിമം പിഴിഞ്ഞ് കളയുക. ചൂടാറിക്കഴിഞ്ഞതിന് ശേഷം ചെയ്താൽ മതി കേട്ടോ. ഇങ്ങനെ ചെയ്യാതിരിക്കുമ്പോഴാണ് പലർക്കും ഈ സോയാ ചങ്ക്സിൽ ഒരു കമർപ്പും ഒരു ടേസ്റ്റ് വ്യത്യാസവും ഉണ്ടാകുന്നത്. അപ്പം ഈ പ്രോസസ്സ് മസ്റ്റായിട്ടും ചെയ്യുക കേട്ടോ. സോയാ ചങ്ക്സ് നന്നായിട്ട് ഞാനിപ്പോൾ സോയാ ചങ്ക്സിലെ വെള്ളമെല്ലാം കഴിഞ്ഞ് നല്ലപോലെ പിഴിഞ്ഞ് എടുത്തിട്ടുണ്ട്. ഇനി ഞാൻ ആ സമയം കൊണ്ട് ഞാനൊരു 2-3 കുഞ്ഞ് സവോള നല്ല സ്ലൈസായിട്ട് അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. ഞാൻ നല്ല ഫ്രഷ് കോക്കനട്ട് ഓയിൽ ആവശ്യത്തിന് ആഡ് ചെയ്തിട്ടുണ്ട്. പിന്നെ നന്നായി ചൂടായി കഴിയുമ്പോൾ കുറച്ച് കടുക് ആഡ് ചെയ്യുക. കടുക് പൊട്ടി കഴിയുമ്പോൾ കുറച്ച് സ്പൈസസ് ആഡ് ചെയ്യാനുണ്ട് കേട്ടോ. വളരെ കുറച്ച് എമൗണ്ട് മാത്രം. നമ്മൾ ഓൾറെഡി ഗരം മസാല ചേർക്കുന്നുണ്ട്. എന്നാലും ഇതൊരു മസാല കറിയും കൂടെ ആയതുകൊണ്ട് സ്പൈസസ് ആഡ് ചെയ്യണം. ചെറിയ പട്ട, ഏലക്ക, ഒരു ഗ്രാമ്പു. അപ്പം ഇത് ചേർത്ത് കഴിഞ്ഞിട്ട് അരിഞ്ഞു വെച്ചിരിക്കുന്ന സവോള ചേർക്കുക. സവോള ചേർത്തതിന് ശേഷം നന്നായി ഇളക്കി കൊടുക്കുക. സവോളയുടെ സ്പൈസസിൻ്റെയൊക്കെ നല്ല സ്മെല്ല്. ഞാൻ ആദ്യമായിട്ട് സോയാ ചങ്ക്സ് എൻ്റെ ലൈഫിൽ കഴിച്ചത് എൻ്റെ അമ്മയുടെ അമ്മായിൻ്റെ അമ്മാമ്മ ആണ് ആദ്യമായിട്ട് എനിക്ക് സോയാ ചങ്ക്സ് ഉണ്ടാക്കി തന്നത്. എനിക്ക് നോൺ വെജൊക്കെ വളരെ ഇഷ്ടമാണ്. അപ്പം അമ്മ എന്നോട് പറഞ്ഞു, ബീഫാണ് നീ കഴിച്ചോളാൻ പറഞ്ഞു. എനിക്കൊരു പീസ് എടുത്ത് തന്നു. അതിനകത്ത് നല്ല ബീഫ്, നല്ല ടേസ്റ്റ്. അത് പറഞ്ഞപ്പോൾ നമ്മൾ ഓൾറെഡി ഉപ്പ് ആഡ് ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് ഇനി ആഡ് ചെയ്യുമ്പോൾ ശ്രദ്ധിച്ച് വേണം ഉപ്പിടാൻ കേട്ടോ. അപ്പം അങ്ങനെ എൻ്റെ അമ്മമ്മയാണ് എനിക്ക് ആദ്യമായിട്ട് സോയാ ചങ്ക്സ് കറി വെച്ച് തന്നത്.
പക്ഷേ ഇന്ന് ഞാനുണ്ടാക്കുന്നതിന് ആ ടേസ്റ്റൊന്നും ഇല്ല കേട്ടോ. പാചകത്തിൽ എൻ്റെ അമ്മയുടെ അമ്മ ഭയങ്കര പുലിയാണ്. അമ്മയുടെ അമ്മ മാത്രമല്ല, എൻ്റെ അമ്മയും അമ്മയുടെ സഹോദരങ്ങളും എല്ലാവരും. എൻ്റെ അമ്മാവനും നല്ലൊരു അടിപൊളി കുക്കാണ് കേട്ടോ. ഞങ്ങളുടെ വീട്ടിലെല്ലാവരും ഭയങ്കര പാചകവീരന്മാരും വീരത്തികളൊക്കെയാണ്. എല്ലാവരും നന്നായിട്ട് ഫുഡ് ഉണ്ടാക്കും. അപ്പം ഇത് നന്നായിട്ടൊന്ന് വഴണ്ട് വരട്ടെ. ഈ സ്റ്റേജിൽ നമുക്ക് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് അരിഞ്ഞിട്ട് ഒരു ടേബിൾ സ്പൂണോളം ഉണ്ട് കേട്ടോ. ഇത് ആഡ് ചെയ്ത് നന്നായിട്ട് ഇളക്കി കൊടുക്കുക. നന്നായിട്ട് വഴണ്ട് വരട്ടെ. സവോള ഏകദേശം നന്നായിട്ട് വഴണ്ട് വന്നിട്ടുണ്ട്. അപ്പം അത് ഇച്ചിരി മാറ്റി വെച്ചിട്ട് ആ ഓയിലിനകത്തോട്ട് ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 3 ടീസ്പൂൺ മല്ലിപ്പൊടി, 1 ടീസ്പൂൺ മുളക് പൊടി, 1/4 ടീസ്പൂൺ ഗരം മസാല ഇത്രയും ആഡ് ചെയ്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യുക കേട്ടോ. നല്ലപോലെ മിക്സ് ചെയ്തെടുക്കണേ. അതായത് നമ്മൾ ഈ നാടൻ കറികളൊക്കെ വയ്ക്കുമ്പം പഴയ അമ്മച്ചിമാരുടെ കറികളൊക്കെ കണ്ട് നല്ല കറുത്തിരിക്കും. അവരുടെ കറികളൊക്കെ കറുത്തിരിക്കുന്നതിൻ്റെ കാരണം എന്ന് വെച്ചാൽ അവരൊക്കെ ഈ മസാലയെല്ലാം അരകല്ലിൽ വെച്ച് ഇടിച്ച് പൊടിച്ച് വറുത്തെടുക്കുന്നതുകൊണ്ടാണ് കറുത്ത്. അപ്പം നമ്മളിപ്പോൾ ഓൾറെഡി മിക്സ് വാങ്ങിച്ചല്ലേ യൂസ് ചെയ്യണത്. അപ്പം നമ്മളത് അടുപ്പിലിട്ട് നല്ലപോലെ ഇച്ചിരി സമയമെടുക്കും. നല്ലപോലെ മൂപ്പിച്ചെടുക്കണം. നല്ലപോലെ മൂപ്പിച്ചെടുക്കുമ്പോഴാണ് നമ്മൾ ആ ഒതൻറ്റിക്കായിട്ടുള്ള ട്രഡീഷണൽ രീതിയിലുള്ള ഈ കളറ് കിട്ടത്തുള്ളൂ. അല്ലെന്നുണ്ടെങ്കിൽ ഇപ്പോൾ പലരും ഞാൻ മീൻകറിയും ചിക്കൻ കറിയൊക്കെ വയ്ക്കും, എല്ലാം ഇങ്ങനെ വെളുത്തും ഒക്കെ ഇരിക്കും. അങ്ങനത്തെ ഒന്നും ഫുഡൊന്നും ഇവിടെ ആർക്കും ഇഷ്ടമല്ല കേട്ടോ. ഇവിടെ ഹസ്ബൻഡിൻ്റെ അമ്മയ്ക്കാണെങ്കിലും ഒക്കെ ഇങ്ങനെ കറികളൊക്കെ നല്ല കറുത്തിരിക്കണം, നല്ലപോലെ മൂത്ത്. അപ്പം ആ രീതിയിലാണ് ഞാനിത് ഉണ്ടാക്കുന്നത്. അപ്പം നന്നായിട്ടൊന്ന് മൂക്കട്ടെ. മൂത്ത് നല്ലപോലെ മൂപ്പിക്കണം, എന്നാലേ ആ പച്ചമണം മാറത്തുള്ളൂ. ആ പച്ചക്കുത്ത് മാറിയിട്ടുണ്ടെങ്കിൽ മാത്രമേ ഇതിന് ഒരു നല്ല ടേസ്റ്റ് ഉണ്ടാവുള്ളൂ. അപ്പോൾ ഇത് നന്നായിട്ട് മൂപ്പിച്ചെടുക്കുക. അതുവരെ നന്നായിട്ടൊന്ന് ഇളക്കട്ടെ. വരുമ്പതി നല്ല ഫ്രഷ് കരിവേപ്പില കഴുകിയെടുക്കുകയാണേ. അത് ഇതിനകത്ത് ചേർത്ത് കരിവേപ്പിലയുടെയൊക്കെ സ്മെല്ല് നല്ല സൂപ്പറാട്ടോ. അത് നന്നായിട്ട് എടുക്കുക. നല്ലപോലെ ഇളക്കുക. നന്നായിട്ട് ഇങ്ങനെ ഇളക്കി ഇതിൽ യോജിപ്പിക്കണം. നല്ല മണം വരുന്നത്. ഇതിനകത്തോട്ട് നമ്മൾ കഴുകി വെള്ളമെല്ലാം പിഴിഞ്ഞ് വേവിച്ച് വെച്ചിരിക്കുന്ന സോയാ ചങ്ക്സ് ആഡ് ചെയ്യാം. എന്നിട്ട് നന്നായിട്ട് ഈ മസാല ഇതിൽ തേച്ച് പിടിപ്പിക്കുക. നല്ലപോലെ തേച്ച് പിടിപ്പിക്കുക കേട്ടോ. എനിക്കാണെങ്കിൽ ടൊമാറ്റോ സോസിൻ്റെ ടേസ്റ്റ് ഇതിൽ ഇഷ്ടമാണ്. അതുകൊണ്ട് ഞാനൊരു അല്പം കൂടെ ആഡ് ചെയ്യാം കേട്ടോ. നല്ല ടേസ്റ്റാണേ. ഒരു തവണയിലൊക്കെ ഒന്ന് ഇത് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. എന്നിട്ട് ഫീഡ്ബാക്ക് പറയണം. ഇനി ലാസ്റ്റായിട്ടൊരു സംഭവം കൂടെ ആഡ് ചെയ്യാൻ പോവുകയാണ്. നമ്മുടെ മുറ്റത്തുണ്ടായ കുരുമുളക് ഞാനൊന്ന് ജസ്റ്റ് ക്രഷ് ചെയ്തെടുത്താൽ കേട്ടോ. ഒത്തിരി കുരുമുളകൊന്നുമില്ല, ഒരിച്ചിരി അത് ചേർക്കുക. പിന്നെ എരിവ് വേണ്ട എന്നുള്ളവർക്ക് സ്കിപ്പ് ചെയ്യാം. അല്ലെങ്കിൽ നമ്മൾ ആ മുളക് ചേർത്ത സമയത്ത് ആ 1 ടീസ്പൂൺ മുകളിൽ വരാൻ 1/4 ടീസ്പൂൺ മുളക് ഇട്ടിട്ട് കുരുമുളക് കൊണ്ട് ആഡ് ചെയ്താൽ കറക്റ്റ് എരിവായിരിക്കും. പക്ഷേ ഒരു പ്രത്യേക ടേസ്റ്റാണ് ഈ കുരുമുളകൊക്കെ ആഡ് ചെയ്യുമ്പോൾ. അത് അവസാനം ആഡ് ചെയ്യാവുള്ളൂ കേട്ടോ. കുരുമുളകൊക്കെ ലാസ്റ്റാണ്. ഇങ്ങനെ ഈ ഡീപ്പ് ഫ്രൈ ചെയ്തെടുക്കുന്ന ഐറ്റത്തിനൊക്കെ കുരുമുളകൊക്കെ ലാസ്റ്റ് ആഡ് ചെയ്യുമ്പോഴാണ് ആ കുരുമുളകിൻ്റെയൊക്കെ ഒരു യഥാർത്ഥ ഫ്ലേവറും സ്മെല്ലൊക്കെ നമുക്ക് അടിക്കാനൊക്കെ കിട്ടുള്ളൂ. നമ്മുടെ വയറിന് നല്ലൊരു ഇന്ത്യൻ സ്പൈസസ് അല്ലേ കുരുമുളക്. അപ്പം കുരുമുളകും കൂടെ ആഡ് ചെയ്തിട്ട് നല്ലപോലെ ഇതുണ്ടോ ഇതുപോലെയായി നമ്മുടെ സംഭവം. എന്നാ ടേസ്റ്റാണെന്നറിയാമോ? നിങ്ങൾ ഒരു വട്ടം ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. എന്നിട്ട് ഫീഡ്ബാക്ക് കമൻറ്റ് ബോക്സിൽ അറിയിക്കണം. അതുപോലെ തന്നെ എൻ്റെ ചാനൽ ഇഷ്ടമായെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക. ഇനി ഇഷ്ടപ്പെട്ടാലും ഇഷ്ടപ്പെട്ടില്ലെങ്കിലും കമൻറ്റുകൾ രേഖപ്പെടുത്തുക. അപ്പം ഓക്കെ, സീ യു.